പെപ്റ്റൈഡ്സ് ആർ ദ ഫ്യൂച്ചർ ഓഫ് മോഡേൺ മെഡിസിൻ. പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് അമിനോ ആസിഡിൻ്റെ ഒരു ചെറിയ ചെയിനാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോണൽ ആക്ടിവിറ്റീസിനെ നന്നായി സ്റ്റിമുലേറ്റ് ചെയ്യും. അതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മച്ച് സേഫർ ദാൻ സ്റ്റിറോയിഡ്സ്. പെപ്റ്റൈഡ്സ് പലതരത്തിലാണ്, അതിൻ്റെ ഉപയോഗവും പലതരത്തിലാണ്. GHRP6 അഥവാ ഐപ്പാമൊറാലിൻ എന്ന പെപ്റ്റൈഡ് മസിൽ ഗ്രോത്തിനും റിക്കവറിക്കുമാണ് ഉപയോഗിക്കുന്നത്. BPC57 മസിൽ ഇഞ്ചുറി റിപ്പയർ, ടിഷ്യൂ റിപ്പയർ, ജോയിൻറ്റ് റിപ്പയർ അല്ലെങ്കിൽ ഗട്ട് റിപ്പയറിന് വരെ ഉപയോഗിക്കുന്നു. അൾസറിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് റിസർച്ചുകൾ പറയുന്നു. AOD 9604 ഫാറ്റ് ലോസിനും ആൻറ്റി ഏജിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നു. എപ്പിത്തലോൺ ടെലോമിയേഴ്സ് ലെങ്തനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റിറോയിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ പെപ്റ്റൈഡ്സ് ശരീരത്തിലെ നാച്ചുറൽ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റിറോയിഡ്സ് കൃത്രിമ ഹോർമോണുകളെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെപ്റ്റൈഡ്സ് ഭൂരിഭാഗവും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തതാണ്. എന്നാൽ സ്റ്റിറോയിഡ്സിൻ്റെ കാര്യം അങ്ങനെയല്ല. മാത്രമല്ല പെപ്റ്റൈഡ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിസിബിൾ റിസൾട്ട്സ് കിട്ടാൻ 2-3 മാസം എടുക്കും. എന്നാലും അത് സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. സ്റ്റിറോയിഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 മുതൽ 3 ആഴ്ച കൊണ്ട് തന്നെ റിസൾട്ട്സ് വിസിബിൾ ആവും. പക്ഷേ അതൊരിക്കലും സ്റ്റേബിൾ അല്ല. പെപ്റ്റൈഡ്സിന് വളരെ നേരിയ സൈഡ് ഇഫക്റ്റുകളാണുള്ളത്. എന്നാൽ സ്റ്റിറോയിഡ്സിന് ലിവർ ടോക്സിസിറ്റി, ഹാർട്ട് ഡിസീസ്, ഹോർമോണൽ ഇംബാലൻസ് തുടങ്ങി ഒരുപാട് പാർശ്വഫലങ്ങളുണ്ട്. So peptides are much safer than steroids.